ഹായ് ആൾ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറാവൽ ആപ്ലിക്കേഷൻ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ലെറാവൽ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ദ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ ഇൻ ലെറാവൽ ഈസ് ബേസിക്കലി ദ സ്ട്രക്ചർ ഓഫ് ഫോൾഡേഴ്സ്, സബ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ഇൻക്ലൂഡ്സ് ഇൻ എ പ്രോജക്റ്റ്. Once we create a project in Laravel, we get an overview of an application structure as shown in this image here. The snapshot shown here refers to the root folder of Laravel, namely Laravel project. Laravel project ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് റൂട്ട് ഫോൾഡർ. ഓക്കെ, ആ ലെറാവൽ പ്രോജക്റ്റിനകത്ത് വരുന്ന സബ് ഫോൾഡേഴ്സ് ആണ് ഇതൊക്കെ: ആപ്പ്, ബൂട്ട്സ്ട്രാപ്പ്, കോൺഫിഗ്, ഡേറ്റാബേസ്, പബ്ലിക്, റിസോഴ്സ്, സ്റ്റോറേജ്, ടെസ്റ്റ് വെണ്ടർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് സബ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ്. The analysis of the folder and files along with their functional aspect is given below. എന്താണ് ആപ്പ്? ആപ്പിനകത്താണ് നമുക്ക് വേണ്ടുന്ന ഈ ഒരു ഫോൾഡറിനകത്താണ് വേണ്ടുന്ന കോഡൊക്കെ എഴുതുന്നത്. It is the application folder that includes the entire source code of the project. It contains events, exceptions, and a middleware declaration. The app folder comprises various subfolders as explained below. ഇപ്പൊ ആപ്പ് ഫോൾഡർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ ബ്ലോഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ലെറാവൽ പ്രോജക്റ്റിന്റെ ഫോൾഡറിനെയും അതിനകത്തുള്ളതാണ് ആപ്പ്. ഉണ്ടോ? ഈ ആപ്പിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ്സ് എഴുതുന്നത്. അപ്പൊ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോഡ് എഴുതാനുള്ള ആ ഒരു ഇന്റർഫേസ് വരും. ഓക്കെ, ഒരു മിനിറ്റ്, ആ ഒരു ഇന്റർഫേസ് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആപ്സ് യൂസ് ചെയ്യുന്നത്. ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് എന്ന ഫോൾഡറിനകത്ത് എന്ത് ചെയ്യുന്നത്? നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ആപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഫോൾഡർ ആൻഡ് ഇൻക്ലൂഡ്സ് ദ എൻറ്റയർ സോഴ്സ് കോഡ് ഓഫ് ദ പ്രോജക്റ്റ്. കൺസോൾ എന്താണ്? കൺസോൾ ഇൻക്ലൂഡ്സ് ദ ആർട്ടിസാൻ കമാൻഡ് നെസസറി ഫോർ ലെറാവൽ. ആർട്ടിസാൻ കമാൻഡ്സ് ഒക്കെ നമ്മൾ എന്താണ് കൺസോൾ എടുത്തിട്ടാണ് അതിനകത്താണ് എന്ത് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൺസോൾ ഇൻക്ലൂഡ്സ് ദ ആർട്ടിസാൻ കമാൻഡ്സ് നെസസറി ഫോർ ലെറാവൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡയറക്ടറി നെയിംഡ് കമാൻഡ്സ് വെയർ ഓൾ ദ കമാൻഡ്സ് ആർ ഡിക്ലെയർഡ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് സിഗ്നേച്ചർ. The file kernel.php calls the command declared in the inspire.php. Okay, the file kernel.php calls the command declared in the inspire.php. If we need to call the specific command in Laravel, then we should make appropriate change in the directory. Events എന്താണെന്ന് ചോദിച്ചാൽ, this folder includes all the events of our project. Events are used to trigger activities, raise errors or necessary validation, and provide greater flexibility. Laravel keeps all the elements under one directory. The default file includes event.php where all the basic events are declared. The exceptions. The folder contains all the methods needed to handle the exceptions. It also contains the handle.php that handle the exceptions. Okay, the exception എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തിനാ എക്സെപ്ഷൻസ് യൂസ് ചെയ്യുന്നത്? എക്സെപ്ഷൻസ് നമുക്ക് എന്തെങ്കിലും എക്സെപ്ഷൻസ് കേസ് വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്തുണ്ട്, ഫോൾഡറിനകത്ത്. Okay, the exception folder. This folder contains all the methods needed to handle the exceptions. HTTP. The HTTP folder has subfolder for controller, middleware, and application request. As Laravel follows a MVC design pattern. MVC model, പിന്നെ views, controller. This folder includes model, controller, and views defined in the specific directory. The middleware subfolder includes middleware mechanism comprising the filter mechanism and communication between response and request. The request subfolder includes all the requests of the applications. Okay, so the middleware subfolder includes middleware mechanism. Okay, that filter mechanism that comprising the filter mechanism and communication between response and request. And then a request subfolder includes all the requests of the application. In jobs, the jobs directory maintains the activities queued for the Laravel applications. The basic class is sharing among all the jobs are provided a central location to place them under one റൂഫ്. ഇപ്പൊ ജോബ്സിനകത്ത് നമുക്ക് എന്താണ് ക്യൂ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ചെയ്യേണ്ട പ്രോസസ് എല്ലാം ജോബ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് കാണാം. ഓക്കെ, അപ്പം ജോബ്സ് ഡയറക്ടറി മെയിൻറ്റെയിൻ ദ ആക്ടിവിറ്റീസ് ക്യൂഡ് ഫോർ ലെറാവൽ ആപ്ലിക്കേഷൻ. ഈ ലിസണർ ആർ ദ ഇവന്റ് ഡിപെൻഡന്റ് ആൻഡ് ദേ ഇൻക്ലൂഡ് മെത്തേഡ് വിച്ച് ആർ യൂസ്ഡ് ടു ഹാൻഡിൽ ഇവന്റ്സ് ആൻഡ് എക്സെപ്ഷൻസ്. അപ്പം ലിസണർ എന്ന് പറയുന്ന ആ ഒരു എന്താണ്
folder, listeners are the event dependent and they include methods which are used to handle events and exceptions. For example, login event declare includes login listener event, etc. Okay, event handle ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ listener എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ യൂസ് ചെയ്യുന്നത്. ഈ policies എന്ന് പറഞ്ഞ ഫോൾഡർ യൂസ് ചെയ്യുന്നത് the policies are the PHP class which includes the authentication logic. Relevant includes the features to create all authorization logic with the policy class inside the subfolder. Authorization logic ആണ് അതിനകത്തുള്ളത് പോളിസീസിനകത്ത്. ഇനി പ്രൊവൈഡേഴ്സ്, ദിസ് ഫീച്ചർ ഫോൾഡർ ഇൻക്ലൂഡ്സ് ഓൾ ദ സർവീസ് പ്രൊവൈഡേഴ്സ് റിക്വയർഡ് ടു രജിസ്റ്റർ ഇവന്റ്സ് ഫോർ ദ core server and to configure Laravel applications. Bootstrap, this folder encloses all the application Bootstrap script. It contains a subfolder namely cache, which includes all the files associated for the caching a web application. You can also find the file app.php which installates the script necessary for Bootstrap. But Bootstrap എന്ന് പറഞ്ഞ ആ ഒരു folder, this folder encloses the application Bootstrap script. It contains the subfolder namely cache, which includes all the files associated for the caching a web application. Okay, you can also find the file app.php which initialize the script necessary for Bootstrap. ഈ കോൺഫിഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയൽ എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ കോൺഫിഗ് ദ ഫോൾഡർ ഇൻക്ലൂഡ്സ് വേരിയസ് കോൺഫിഗറേഷൻ ആൻഡ് അസോസിയേറ്റഡ് പാരാമീറ്റർ റിക്വയർഡ് ഫോർ the smooth functioning for the Laravel application. Various files included within the config folder are shown in the image here. The file name works as per the functionality associated with them. Config എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് app.php ഉണ്ട്, authentication.php, broadcasting.php, cache.php, compile.php, database.php, filesystem.php, mail.php, queue.php, service.php, sessions.php, view.php. A database as the name suggests, the directory includes various parameters for the database functionality. It includes 3 subdirectories as given below. The database the folder another 3 subdirectories. Seed migration factories. Seed, this contains the class used for unit testing database. Migration subfolder, this folder helps in queries for migrating the database used in the web applications. And factories, this folder used to generate a large number of data records. In public, this is the root folder which help us to install the Laravel application. Laravel application install ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ public എന്ന് പറഞ്ഞ folder use ചെയ്യുന്നത്. It includes the following files and folders: .htxx and JavaScript and CSS index.php. This a .htxx is used. This file gives the server configuration. When we click this subfolder, we will get the server configuration. And JavaScript and CSS, these files are considered as an asset. Index.php, this files is required for installation of web applications. The resource directory contains the files which enhance your web applications. The subfolder includes in this directory and their purpose is explained below. Asset, lag and views. Okay, resource asset, lag and views. The asset folder includes the files such as LESS and SCSS that are required for styling the web application. Web application style ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു അസറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ളത്. ഓക്കെ, the asset folder includes the files such as LESS and SCSS that are required for styling the web application. Language folder, this folder includes the configuration for localization or internalizations. Okay, a lang in a folder, this folder includes the configuration for localization or internationalization. Okay, now views are the HTML files or template which interact with the end users and play a primary role in MVC architecture. അപ്പോൾ വ്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യൂസിൽ വെച്ചിട്ടാണ് നമ്മുടെ എൻഡ് യൂസേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം റിസോഴ്സിനകത്തുള്ളതാണ് അസറ്റ്, ലാങ്, വ്യൂസ്. അസറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അസറ്റിനകത്ത് ഫോൾഡർ ഇൻക്ലൂഡ്സ് ഫയൽസ് സച്ച് എസ് LESS ആൻഡ് SCSS ദാറ്റ് ആർ റിക്വയർഡ് ഫോർ സ്റ്റൈലിംഗ് ദ വെബ് ആപ്ലിക്കേഷൻ. ലാങ് എന്തിനാ യൂസ് ചെയ്യുന്നത്? This folder includes the configuration for localization or internalization. വ്യൂസ് എന്ന് പറയുന്നത് എൻഡ് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
Observe that the resource directory will be flattened instead of having an asset folder. The pictorial representation same is shown below. And storage is the folder that store all the logs and the necessary files which are needed frequently when the Laravel project run. The subfolder includes in this directory and their purpose is given below: app, framework, log. The app, this folder contains the files that are called in the in each section. And framework, it contains the sections catch and view, which are called frequently. Logs, all the exception and error log are tracked in this subfolders. And at the folder on a test, all the unit test case are included in this directory. This naming convention for the naming test case class is camel case and follows the convention as per the functionality of the class. Vendor, Laravel is a completely based on composer dependencies. For the example, to install a Laravel setup or include third-party libraries, etc., the vendor folder include the composer dependency. നമുക്ക് ലെറാവലിനകത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ലൈബ്രറീസിനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. In addition to the above mentioned files, Laravel also includes some other files which play a primary role in various functionalities, such as GitHub configuration, packages, and third-party libraries. These files, including the application structure, are shown below: .env, .env.example, git attribute, git clone, artisan, etc. Okay. ഇനി നമുക്ക് അതിന്റെ ആ ഒരു ഇതൂടെ നോക്കാം. ലെറാവൽ ന്യൂ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ലെറാവൽ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ റെഡി ആൻഡ് ബിൽഡ് സക്സസ്ഫുള്ളി അമേസിംഗ് എന്ന് പറഞ്ഞാണ് ബിൽഡ് സംതിങ് അമേസിംഗ്. അപ്പൊ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ആയി, നമ്മുടെ ആ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ലെറാവൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് ഒരു സെർവറുമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, കോൺഫിഗർ ചെയ്തു. സെർവർ ലെറാവൽ ഡെവലപ്മെന്റ് സെർവർ അറ്റാച്ച് ചെയ്തു, അതായത് ആർട്ടിസാൻ യൂസ് ചെയ്തിട്ട് ലെറാവൽ സെർവർ അറ്റാച്ച് ചെയ്തു, അതായത് കണക്ട് ആക്കി. ഓക്കെ, ഫോർ സ്റ്റാർട്ടിങ് ഡെവലപ്മെന്റ് സെർവർ സ്റ്റാർട്ടായി, ഡെവലപ്പിംഗ് സെർവറിനെ സ്റ്റാർട്ടാക്കി. എങ്ങനെ, PHP ആർട്ടിസാൻ സെർവർ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം അത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു പേജിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ ഒരു പേജ് കിട്ടും. ഈ പേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോഡിൽ പോയിട്ട് അതിനെ എഡിറ്റ് ചെയ്യും. ഇനി എന്താണ് റൂട്ട്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫോൾഡറിനകത്ത്, റൂട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റൂട്ട് ഇടക്കുന്നുണ്ട്, റൂട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതായത് ഞാൻ ഈ URL-നകത്ത് വെറും ഒരു സ്ലാഷ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് വെൽക്കം എന്ന് പറഞ്ഞൊരു എന്ത് ചെയ്യും, ഒരു പേജിനെ ലോഡ് ചെയ്യണം. അതാണ് റൂട്ട് ഗെറ്റ് സ്ലാഷ് ഫംഗ്ഷൻ റിട്ടേൺ വ്യൂ വെൽക്കം എന്ന് പറഞ്ഞ എഴുതി കാണിച്ചേക്കുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, അവിടെ സ്ലാഷ് എന്ന് URL ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വെൽക്കം എന്ന് എഴുതി കാണിക്കണം. അതിനാണ് റിട്ടേൺ H1 വെൽക്കം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തേക്കുന്നത് കേട്ടോ. വെൽക്കം എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അടുത്ത ഇനി നമ്മൾ ഈ വെൽക്കം ഇവിടെ അല്ലാതെ സ്ലാഷ് എഴുതി കൊടുക്കുമ്പം URL സ്ലാഷ് ടൈപ്പ് ചെയ്യുമ്പം വെൽക്കം എന്ന് പറഞ്ഞ പേജ് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റിസോഴ്സിനകത്ത് വെൽക്കമിന്റെ എന്തിട്ടേക്കണം, ആ ഒരു വെബ് പേജ് ഫയൽ ഇട്ടേക്കണം. അപ്പൊ റിസോഴ്സിനകത്ത് എന്ത് ചെയ്യണം, വെൽക്കത്തിന്റെ നമ്മൾ ആ ഒരു ഫയൽസ് ഇട്ടേക്കണം. ഓക്കെ, അപ്പൊ റിസോഴ്സ് ഫോൾഡറിനകത്ത് വ്യൂസ് എന്ന് പറഞ്ഞ ഒരു സബ് ഫോൾഡറിനകത്ത് റിസോഴ്സിന്റെ രണ്ട് ഫോൾഡർ ആണ് എന്തൊക്കെയാ, .js, lang, SASS, വ്യൂസ്. അപ്പൊ വ്യൂസിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് ആ കാണിക്കേണ്ട ആ വെബ് പേജിന്റെ ആ ഒരു കോഡ് കൊണ്ടുവരണം. അപ്പൊ അതിനെ welcome.blade.php എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. blade.php എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. അപ്പൊ blade.php വന്നാൽ നമ്മൾ ഇവിടെ എന്ത് എഴുതിയാൽ മതി, വെൽക്കം എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത് നമ്മൾ ആ welcome.blade.php-ക്കകത്ത് നമ്മുടെ കണ്ടന്റ് കണ്ട ഇതാണ് നമ്മുടെ അതിന്റെ പ്രോഗ്രാം. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആയി കാണിച്ചിരിക്കുന്നത്. അതിന്റെ കണ്ടന്റ് ആണ് ഇത്, ലെറാവൽ കണ്ടോ. ഈ ലെറാവൽ എന്നുള്ളതാണ് നമുക്ക് ആ വെബ് പേജിനകത്ത് എന്ത് ചെയ്തത്, എഴുതി കാണിച്ചത്. നമ്മൾ മേളിൽ നോക്കിയില്ലേ, ആ വെബ് പേജ് കാണിച്ചില്ലേ ഫസ്റ്റ്, ഈ ലെറാവലിന് എഴുതി കാണിച്ചുണ്ടോ. അപ്പൊ അതവിടുത്തെ കണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ലെറാവലിന് എഴുതി കാണിച്ചു. ഈ ലെറാവൽ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ക്ലാസ്, ഇവിടെ ഈ കണ്ടന്റ് മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു എക്സാമ്പിൾ ചെയ്യുവാണെങ്കിൽ റൂട്ട്, ഇനി അടുത്ത് നോക്കിയേ, റൂട്ട് ഗെറ്റ് സ്ലാഷ് എബോട്ട് ഫംഗ്ഷൻ, അതായത് നമ്മൾ URL-ന്റെ അടുത്ത് സ്ലാഷ് എബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ എന്ത് വരണം,
എബൌട്ട് പേജ് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, കണ്ടോ നോക്കി എബൌട്ട് പേജ്. അപ്പൊ ഇവിടെ ആ ഒരു ലിങ്കിന്റെ അഡ്രസ് സ്ലാഷ് എബൌട്ട് എന്ന് കൊടുക്കുവാണെങ്കിൽ എന്ത് കൊടുക്കണം, എബൌട്ട് പേജ് എന്ന് എഴുതി കാണിക്കണം. ഓക്കെ, URL കണ്ടോ സ്ലാഷ് എബൌട്ട്. അതിനുശേഷം ഇനി നമ്മൾ ഇനി എബൌട്ട് എന്ന് പറഞ്ഞ ഒരു പേജിനകത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പേജ് വെൽക്കം ഇവിടെ എബൌട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ഒരു എബൌട്ട് പേജിൽ എന്ത് കാണിക്കണം എന്നുള്ള കോഡ് എഴുതി കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ആ ലെറാവലിന്റെ ആ ഒരു എന്തെന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഫോൾഡർ സ്ട്രക്ചർ. ഇത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ലെറാവൽ ആപ്ലിക്കേഷൻ സ്ട്രക്ചർ എന്താണെന്ന് എഴുതിയെടുക്കുക. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഓരോന്നും അതിന്റെ ഫോൾഡർ എന്താ യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ലെറാവലിനകത്ത് എന്തൊക്കെ ഫോൾഡർ ഉണ്ട്, അതിനകത്ത് ആപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, കൺസോൾ ഉണ്ട്, പിന്നെ എക്സെപ്ഷൻ ഫോൾഡർ ഉണ്ട്, HTTP ഉണ്ട്, ജോബ്സ്, ലിസണർ, പോളിസീസ്, പ്രൊവൈഡേഴ്സ്, ബൂട്ട്സ്ട്രാപ്പ്, കോൺഫിഗ്, ഡാറ്റാബേസ്, പബ്ലിക്, റിസോഴ്സസ്, സ്റ്റോറേജ്, ടെസ്റ്റ്, വെൻഡർ തുടങ്ങിയ ഫോൾഡർ ഉണ്ട്. അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് റൂട്ടിങ്ങിനെ പറ്റി നോക്കാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റൂട്ടിംഗ്, വാട്ട് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റിസോഴ്സ് കൺട്രോളേഴ്സ് ഇൻ ലാറാവൽ, പിന്നെ ഡിസ്കസ് ദ ഡീറ്റെയിൽ അബൌട്ട് ലാറാവൽസ് റൂട്ടിംഗ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ക്രിയേറ്റിംഗ് ആൻഡ് റെൻഡറിംഗ് വ്യൂസ്, പാസിംഗ് ഡാറ്റ ടു വ്യൂസ്, ഷെയറിംഗ് ഡാറ്റ വിത്ത് ഓൾ വ്യൂസ്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.